ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാനലാണ് നൗഫൽ TKD. അതായത് ഒരു ഉമ്മയും മകനെയും പറ്റി. അത് പണ്ടത്തെ അവരുടെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ, അവർ ഒരുപാട് പട്ടിണിയും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും, അതായത് ഒരു ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയ ഒരു മാതാവിൻ്റെ കഥ നമ്മൾ ഈയിടയ്ക്ക് അടുത്തൊരു ഇൻ്റർവ്യൂവിൽ കൂടെ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. കാരണം ആ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം നേരിട്ട് തളരാതെ, കാരണം നേരത്തെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, കാരണം ഈ മേശിരി, അതായത് അങ്ങനെ ഒരു വീട് പണിയും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുക, അവിടെ പോയി ഒരുപാട് കല്ലും ഇങ്ങനെ ഇഷ്ടികയൊക്കെ ചുമന്ന്, കാരണം ഇന്നും ഒരുപാട് മനുഷ്യനും ചെറുപ്പക്കാരും ഒക്കെ അങ്ങനെ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും സഹിക്കുന്നുണ്ട്. ആ ഇടയ്ക്കാണ് അവരിങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ടാക്കി. ഇന്ന് അതിന് അവർക്ക് നല്ല വ്യൂസും കാര്യങ്ങളും നല്ല വരുമാനവും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പ്രയാസങ്ങളും സങ്കടങ്ങളും നേരിട്ടിട്ട് പോലും തൻ്റെ ഉമ്മയെ കൂടെ ചേർത്ത് പിടിച്ച്, തൻ്റെ സഹോദരിമാരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യമാണ്. അതാണ് നമ്മളവിടെ ചിന്തിക്കേണ്ടത്. കാരണം അങ്ങനെ ഒരു ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ. കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ചിട്ടും തൻ്റെ കൂടപ്പിറപ്പുകളെയും കൂടെ നിർത്തിക്കൊണ്ട്, തൻ്റെ മാതാവിനെയും കൂടെ നിർത്തി എന്തും ചെയ്ത് രക്ഷപ്പെടാനുള്ള ആ മനസ്സിനെ വേണം നമ്മൾ ആദ്യം ഓർക്കാൻ. കാരണം ഇന്ന് അതുകൊണ്ട് ആ വ്യക്തി ആഗ്രഹിച്ചതുപോലെ, അതിൻ്റെ ഒരു കമൻറ്റ് അവരിട്ടേക്കുന്ന ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ എന്തെന്ന് തന്നെ വെച്ചാൽ, വാടക വീട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്കാണ്. ശരിയാ, അവരുദ്ദേശിക്കുന്ന അവരുടെ വീട് അതൊരു കൊട്ടാരം തന്നെയാണ്. കാരണം ആ വ്യക്തി ആഗ്രഹിച്ചതുപോലെ ഇന്ന് ആ വീട് പണിതെടുക്കാനായി അവരെയും കൊണ്ട് പറ്റി. കാരണം അവർ നേരത്തെ വാടക വീട്ടിലായിരുന്നു. ഇപ്പോൾ അവർ സ്വന്തമായിട്ട് പണിതൊരു വീട്, അത് അവർക്ക് കൊട്ടാരം തന്നെയാണ്. അതിലൊരു നെഗറ്റീവ് കമൻറ്റ് ഞാൻ കണ്ടു, ഈ കൊട്ടാരം എന്ന് പറഞ്ഞതും കൊണ്ട് അത് അഹങ്കാരം കൂടി എന്ന്. പക്ഷെ അതൊരിക്കലും നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ആ വ്യക്തിക്ക് അതൊരു കൊട്ടാരം തന്നെയാണ്. കാരണം നമുക്ക് നമ്മുടെ വീട് കൊട്ടാരവും സ്വർഗവും തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പറഞ്ഞത്. എനിക്ക് ആ വീഡിയോസൊക്കെ, ഇന്ന് അവരുടെ വീടിൻ്റെ പാലുകാച്ചലായിരുന്നു, അതിൻ്റെ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ ഉമ്മയുടെ മുഖത്തെ സന്തോഷം. കാരണം പിന്നെ അവർക്കൊരു സങ്കടം എന്തെന്ന് വെച്ചാൽ, ഉപ്പ അവരെ കളഞ്ഞിട്ട് പോയിട്ട് കൂടിയും ലാസ്റ്റിൽ അവർ ഉപ്പയെ കണ്ടെത്തി പൊന്നുപോലെ നോക്കി. പിന്നെ വയ്യാഴികയൊക്കെ വന്ന ടൈമിൽ അവർ കൂടെ കട്ട സപ്പോർട്ട് നിന്ന് ലാസ്റ്റിൽ എന്താണ്, ആ ഉപ്പ മരണപ്പെട്ടു. എന്നിട്ട് പോലും അവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു സങ്കടം, ആ ഉപ്പയില്ലല്ലോ, അവരുടെ പുതിയ വീട്ടിലേക്ക് കയറാൻ ഉപ്പയില്ലല്ലോ എന്നൊരു സങ്കടം അവരതിൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവരുടെ ആ സന്തോഷം കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ, ഇത്രയും സങ്കടങ്ങൾ അവർ നേരിട്ട് ഇങ്ങനൊരു അവസ്ഥയിലെത്താൻ അവരെയും കൊണ്ട് സാധിച്ചല്ലോ. ഈ വ്ളോഗിൽ കൂടിയാണെങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാം, അവർ ഉയരങ്ങളിലെത്തട്ടെ. ആ ഉമ്മ ഇനിയും കരയാതെ പൊന്നുപോലെ അമ്മ നോക്കട്ടെ. അവരുടെ സന്തോഷമായിട്ടുള്ള ജീവിതം ഇനിയും നമുക്ക് അവരുടെ ചാനൽ കൂടെ ഒക്കെ കാണാം. എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.